ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ ആപ്പിൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള ഒരു ആപ്പിൾ ഹൽവയാണ് നിങ്ങൾക്ക് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ കടയിൽ നിന്ന് കുട്ടികൾക്ക് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കുന്നതിന് പകരം ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ്സ് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റും. മുതിർന്നവർക്കും കഴിക്കാം. ഇടനേരങ്ങളിലൊക്കെ നമുക്ക് വളരെ കുറച്ച് നമുക്കിത് വായിലിട്ട് സ്വീറ്റ്സ് കഴിക്കുന്നത് പോലെ കഴിക്കുകയും ചെയ്യാം. വളരെ സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള ഒരു ആപ്പിൾ ഹൽവയാണിത്. നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ആപ്പിൾ നമുക്കൊരു 650 ഗ്രാം വേണം. ഇതിൻ്റെ തൊലിയും അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കളഞ്ഞു വരുമ്പോഴേക്കും നമുക്കൊരു 500 ഗ്രാം കിട്ടും. അപ്പം ഞാൻ അതുപോലെ അതിൻ്റെ തൊലിയും ഉള്ളിലുള്ളതൊക്കെ കളഞ്ഞിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ തൊലിയൊക്കെ കളഞ്ഞപ്പോഴേക്കും ഏകദേശം 150 ഗ്രാമോളം തൊലിയും ഉള്ളിലേയും പോയിട്ടുണ്ട്. അപ്പം നമുക്ക് 500 ഗ്രാം തൊലി കളഞ്ഞ ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു ജാറിലേക്ക് ഇടാം. അപ്പോൾ ഞാനത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഹൽവയിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ആപ്പിളിൻ്റെ കൂടെ ഇട്ട് അടിച്ചാൽ ആപ്പിളിലെ കറ ഇളകാതെ ഇരിക്കുകയും ചെയ്യും. ഒട്ടും കട്ടയില്ലാതെ വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനത് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുക. നന്നായിട്ട് നിറച്ചെടുക്കണം. ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ട് ബൗളിലേക്ക് ഇടുക. ഇതിലേക്ക് ഞാൻ 400 മില്ലി പാലാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ചേർത്ത് ഇത് കട്ടയില്ലാതെ നന്നായിട്ട് അഴിപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ പേസ്റ്റ് ചേർക്കുക. അതിനുശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്ത ജാറിലേക്ക് ബാക്കിയുള്ള പാലൊഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കുക. ആപ്പിൾ ബ്ലെൻഡ് ചെയ്ത ജാറാണ്. അതിൽ ഒത്തിരി പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അത് നമ്മൾ ബാക്കിയുള്ള പാലുകൊണ്ട് അഴിപ്പിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കുക്ക് ചെയ്യാനുള്ള കുഴിവുള്ള ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 400 ഗ്രാം പഞ്ചസാര ചേർക്കുക. 500 ഗ്രാം ആപ്പിളിൻ്റെ സിറപ്പാണ് നമ്മൾ എടുത്തത്. അതിലേക്ക് 400 ഗ്രാം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. സ്റ്റവ് ഓൺ ചെയ്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും. നല്ല ബബിൾസ് വരും. ഇനി ഇത് മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഇളക്കി കൊടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്യാം. ഏകദേശം ഇത് പകുതി വറ്റുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം പകുതിയോളം വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഒരു നേരിയൊരു പുളിരസം വരാൻ വേണ്ടിയിട്ടാണ് ചേർത്തത്. അത് വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി ഇതിലേക്ക് നമ്മളിത് ഒട്ടിപ്പിടിക്കുന്ന പാകമാകും. ഇത് നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് പൊട്ടിത്തെറിക്കുന്ന സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർക്കുക. അത് നന്നായിട്ട് വറ്റിക്കഴിയുമ്പോഴേക്കും പിന്നെ ഇതിലേക്ക് നമ്മൾ ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുക. വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയം ഹീറ്റിൽ തുടരെ ഇളക്കി കുക്ക് ചെയ്യാൻ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഹൽവ നന്നായിട്ട് തിക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കാഷ്യൂസ് ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. കൈ എടുക്കാതെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു മോൾഡിലോട്ട് മാറ്റാം. ഞാനിവിടെ ഒരു ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എണ്ണ തടവുക. ഗീയോ എണ്ണയോ തടവിയതിന് ശേഷമാണ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹലുവ മാറ്റുന്നത്.
പാനിൽ തന്നെ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മാറ്റുന്നത്. നല്ല ചൂടിലേക്ക് ഇതിലേക്ക് മാറ്റരുത്. ആ ചൂടൊന്ന് ഇരുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാറ്റാം. കണ്ടോ, ഈ പാകമാണ് കറക്റ്റായിട്ടുള്ള പാകം. നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി നേരെ ഒരു 10 മിനിറ്റും കൂടി നമ്മൾ നല്ല തീയിൽ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്താൽ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ളത് കിട്ടും. അപ്പോൾ മുറിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ പാകത്തിലെടുത്താൽ നമ്മൾക്ക് ടോഫി കഴിക്കുന്നത് പോലെ കഴിക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകും. മോൾഡിലോട്ട് മാറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ എണ്ണ മുകളിൽ ഇട്ടിട്ട് നമ്മളൊരു സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ലെവൽ ചെയ്യുക. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കാഷ്യൂസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് മോൾഡിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് ആറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കരുത്. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇത് തണുത്ത് കിട്ടണം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഹലുവ ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം മുറിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ ഏതായാലും ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. നേരെ ഒരു ചൂടുണ്ട് കേട്ടോ, താഴെ ഭാഗമാണ് ചൂടുള്ളത്. ഇപ്പം ഏകദേശം തണുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്നത് ശരിക്കും തണുക്കാഞ്ഞിട്ടാണ്. എന്നാലും ഇത് കുറച്ച് സോഫ്റ്റാണ് കേട്ടോ. കുറച്ചുകൂടി ഹാർഡാകണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ഹാർഡായിട്ടുള്ള ഹലുവ കിട്ടും. പക്ഷേ ഇതാണ് കറക്റ്റായിട്ടുള്ള പാകം. കണ്ട, ഇതിലും കുറച്ചുകൂടി ഹാർഡായാൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. ഈ പാകത്തിലെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഹലുവയാണിത്. ആപ്പിൾ ഹലുവ വളരെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് മിഠായി കഴിക്കുന്നത് പോലെ കുട്ടികൾക്ക് ഇത് കഴിക്കാൻ പറ്റും. മുതിർന്നവർക്കും ഇടയ്ക്കൊക്കെ ഇത് കുറച്ച് വായിലിട്ട് അലിയിച്ച് കഴിക്കുന്നത് നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ വായിലിട്ടാൽ അലിയുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ആപ്പിൾ ഹൽവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.